ഞങ്ങളുടെ ചർച്ചിലൊരു അങ്കിളുണ്ടായിരുന്നു. പുള്ളിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുള്ളി ഇടുന്ന ഓഫറിങ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് പുള്ളി 10:45 വരൂ. എന്താ കാരണം? എല്ലാവരും ഇടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ പുള്ളി ഇടുന്നതുകൊണ്ട് പുള്ളി 10:45 വരൂ. ഇത് പതിവാക്കി. അപ്പം ഞാൻ പറഞ്ഞു ഇനി വരണ്ട. കാരണം ഇവരുടെ വിചാരം ഇവരുടെ ഓഫറിങ്ങിലാണ് സഭ നിൽക്കുന്നതെന്ന്. നിങ്ങളാരും മിണ്ടുന്നില്ല. അയ്യോ, നിങ്ങളെപ്പോഴും ചിരിക്കേ. അതുകൊണ്ട് ചിലർ 10:45 വരൂ, 10:30 വരൂ. ഞങ്ങളില്ല, ഇവിടെ ഒന്നും ഇല്ലെന്നാണ് ചിലരുടെ ചിന്ത. ആ ചിന്തയൊക്കെ എടുത്ത് കളയണം. നിങ്ങളെ ഈ പട്ടണത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് ഒരു ഞായറാഴ്ച കാണാൻ വേണ്ടിയല്ല, ദൈവരാജ്യം അനുഭവിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കും, ഞാൻ വിശ്വസിക്കുന്നു. ഈ പട്ടണം ദൈവരാജ്യം അനുഭവിക്കാൻ പോവുകയാണ്. നിദ്രവിളയിൽ ദൈവരാജ്യം ഇറങ്ങി വരാൻ പോവുകയാണ്. ഈ ദൂതിനെ പിടിക്കാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടേ ഒന്ന് പിടിച്ചോ. എന്റെ പട്ടണത്തിൽ ദൈവത്തിന്റെ രാജ്യം വരും. എന്റെ സഭയിൽ ദൈവത്തിന്റെ രാജ്യം വരും. എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ രാജ്യം വരും. ദൈവത്തിന്റെ രാജ്യം വന്നാൽ സാത്താന്റെ രാജ്യം തകരും. ദൈവത്തിന്റെ രാജ്യം ഇറങ്ങിയാൽ പൈശാചിക രാജ്യം പൊളിയും. ഹല്ലേലൂയ. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. കർത്താവ് ഒറ്റ വാക്യേ പറഞ്ഞുള്ളൂ, ദൈവരാജ്യം വന്നിരിക്കുന്നു. അപ്പം രോഗി സൗഖ്യമാകുന്നതിന് കാരണം അവിടെ ദൈവരാജ്യം ഭരണം നടത്തുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവിടെ നടക്കുന്നതിന് കാരണം അവിടെ ദൈവരാജ്യം വാഴുന്നു.